Hello humans, welcome to Shruti Bites once again. I hope you all are doing good. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് സീരീസിലത്തെ പാർട്ട് 2 ആയിട്ടാണ്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് വെരി പേഴ്സണൽ. ഇറ്റ് ഈസ് അബൌട്ട് ഓവർ തിങ്കിങ്. ഐ ആം എൻ ഓവർ തിങ്കർ. ഞാനിപ്പോഴും അണ്ടർ പ്രോസസ്സിലാണ്. ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ ഈ സ്റ്റെപ്സൊക്കെ ചെയ്തിട്ട് ഞാൻ ഓവർ തിങ്കിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ഐ എം സ്റ്റിൽ അണ്ടർ പ്രോസസ്, ബട്ട് ഐ വിൽ ബി ഡിസ്കസിങ് ഹിയർ my perspective or the things which help me to stop that overthinking loop that I will be discussing. It is one of the most worst thing in our life. നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പാസ്റ്റിനെ പറ്റി നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി വി ഓവർ തിങ്ക് എ ലോട്ട്. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞൊരു കോട്ട് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. സോ വാട്ട് ഹി സെഡ് ഈസ് ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് വെറീസ് ഇൻ മൈ ലൈഫ് ബട്ട് നത്തിങ് എവർ ഹാപ്പൻഡ്. എപ്പോഴും നടക്കുന്നതല്ലേ നമ്മൾ വെറി ചെയ്യുന്ന മിക്ക കാര്യങ്ങളും, അത് നടക്കണമെന്നില്ല. പക്ഷേ വി ജസ്റ്റ് വെറി ഓൺ ദാറ്റ് തിങ്, വി ജസ്റ്റ് ഓവർ തിങ്ക് ഓൺ ദാറ്റ് തിങ്. ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിരുന്ന കാര്യം അത് നടക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, പക്ഷേ വി ഓവർ തിങ്ക്. ഓക്കെ, സോ ഞാൻ ഒരു 4 ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ് ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ അബൌട്ട് ദ പാസ്റ്റ്, അല്ലെങ്കിൽ അബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ സം സിറ്റുവേഷണൽ ബേസിസ് വി ഓവർ തിങ്ക് അലോട്ട്. 4 സോഷ്യൽ ആൻസൈറ്റി. സോ ദിസ് 4 ടൈപ്സ് ആണ് മോസ്റ്റ്ലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓവർ തിങ്കിങ്. ഒന്നില്ലെങ്കിൽ നമ്മൾ പാസ്റ്റിനെ പറ്റി, നമ്മൾ മുൻപ് എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, എന്തുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു. സെക്കൻഡ്, ഫ്യൂച്ചർ, ഇനി എന്താവും, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ എന്താവും, അല്ലെങ്കിൽ അവരൊക്കെ എന്നോട് ഫ്യൂച്ചറിൽ സംസാരിക്കും, അങ്ങനെ. തേർഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു എന്തെങ്കിലും സംഭവം, ഇപ്പോൾ ഒരു മാനേജർ നമ്മളോട് കാര്യം ചെയ്യാൻ പറഞ്ഞു, ആ കാര്യം എന്തിനാ നമ്മളോട് മാനേജർ ചെയ്യാൻ പറഞ്ഞു, ഇനി അത് ചെയ്ത് ശരിയാവും, അങ്ങനെ. അല്ലെങ്കിൽ സോഷ്യലി നമുക്ക് സംഭവിക്കുന്ന കുറച്ച് സിറ്റുവേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി. ഈ 4 ടൈപ്സാണ് നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രോസസ്സിൽ നമ്മൾ കടക്കാം. സ്റ്റോപ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് എന്താ പറയുക, നമ്മൾ പണ്ട് നമുക്ക് എഴുതാൻ അറിയില്ലായിരുന്നല്ലോ, നമ്മളത് എങ്ങനെയാണ് എഴുതിയിട്ടാണ് നമ്മൾ പഠിച്ചത്. സെയിം പോലെ തന്നെ നമ്മൾ ചെയ്ത് വേണം ഇതും നമുക്ക് എന്താ പറയുക, നമുക്കിത് മാസ്റ്റർ ചെയ്യാൻ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ പറഞ്ഞ പോലെ ഐ എം സ്റ്റിൽ അണ്ടർ പ്രോസസ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നതൊക്കെ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, വൺ ഈസ് ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. സോ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ വി ആർ ഓവർ തിങ്കിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ തോട്ട് പ്രോസസ്സ് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ മനസ്സിലാക്കണം എന്തെന്ന്, ഓക്കെ ഐ എം ഓവർ തിങ്കിങ്, യു ഷുഡ് നോട്ടീസ് ദാറ്റ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് ട്രിഗർ ആണ് ഫസ്റ്റ് തിങ് വരുന്നത്. പിന്നെ നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമാണ് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് തിങ് ഈസ് ടു ഐഡൻറ്റിഫൈ ദിസ് ട്രിഗർ, ഓക്കെ, അല്ലെങ്കിൽ നോട്ടീസ് ദാറ്റ് യു ആർ ഓവർ തിങ്കിങ്. ഓക്കെ, ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവർ തിങ്കിങ് തന്നെ രണ്ട് ലെവലുണ്ട്. അതായത് വൺ ഈസ് നമ്മൾ മനസ്സിലാക്കുക, ദർ വിൽ ബി സംതിങ് വിച്ച് വി ക്യാൻ കൺട്രോൾ ആൻഡ് സംതിങ് വിച്ച് വി കാൺ കൺട്രോൾ. ഓക്കെ, ഈ ഓവർ തിങ്കിങ്ങിൽ പല കാര്യങ്ങളും, പക്ഷെ മാക്സിമം അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഇത് രണ്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് സംതിങ് നമുക്കൊരു സ്റ്റുഡൻറ്റ് ലോൺ കൊടുക്കാനുണ്ട്, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓക്കെ ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ക്യാൻ കൺട്രോൾ. എങ്ങനെ? ഞാൻ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ പൈസ അടച്ച് എനിക്കത്
നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു ലോങ് ടേം ഗോളല്ല, നമ്മൾ ഷോർട്ട് ടേം ഗോളാക്കിയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. ആൻഡ് സംതിങ്, ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും ചിന്തിക്കാറിലാണ് മൈ പാരൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ്. ഞാൻ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ലൈക്ക് കുറേ അൺസർട്ടനിറ്റീസ്, കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ദാറ്റ് ഈസ് നത്തിങ് വി ക്യാൻ കൺട്രോൾ. ഏജിങ് വി കാൺ കൺട്രോൾ, റൈറ്റ്? സോ നമ്മളത് മൈൻഡിൽ വെക്കണം. ഓക്കെ, ദിസ് ഇസ് സംതിങ് വിച്ച് ഐ കാൺ കൺട്രോൾ. അങ്ങനെ നമ്മൾ എന്താ പറയുക, 2 പാർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് ഓവർ തിങ്കിങ് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദ വൺ തിങ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പോസ്റ്റ്പോണ്ടിങ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ മാനേജർ നമ്മുടെ അടുത്ത് പറഞ്ഞു 9 AM നമ്മളോട് പറഞ്ഞു 6 PM നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് വരണം, ഐ ഹാവ് ഡിസ്കഷൻ വിത്ത് യു. സോ ഇത് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ വി വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. വിൽ തിങ്ക് എന്തിനാണ് ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത ഡാറ്റ എന്തെങ്കിലും തെറ്റിപ്പോയോ, ഇല്ലെങ്കിൽ എൻ്റെ പണി പോയോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, വിൽ സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. സോ വാട്ട് യു ഹാവ് ടു ഡൂ ദർ ഇസ് പോസ്റ്റ്പോണ്ട്. അതായത് ഓക്കെ, മീറ്റിംഗ് 6 PM ഞാൻ ഇപ്പോഴേ ഇതിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്താ കാര്യം, ഇപ്പോഴത്തെ എൻ്റെ വർക്ക് ഫുള്ള് കോളമാകും, ഞാൻ ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കയ്യിൽ നിന്ന് പോകും, ഐ വിൽ ജസ്റ്റ് സ്ട്രെസ് ഔട്ട് ആയിട്ട് ഞാൻ എൻ്റെ ഫുൾ കൊളച്ചളമാകും. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എവിടെയും റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളത്. ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മൈൻഡിൽ വെക്കുക. ഈ തോട്ട് വരുമ്പോൾ തന്നെ ഓക്കെ, ഐ വിൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് അബൌട്ട് ഓൺ എന്താ പറയുക 5:45 ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല, എനിക്കൊരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ആ ഒരു റിയാലിറ്റി നമുക്ക് എപ്പോഴും മൈൻഡിൽ വേണം ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അതായത് പോസ്റ്റ്പോൺ യുവർ തോട്ട്സ്. ഐ എം നോട്ട് ടെല്ലിങ് ടു സ്റ്റോപ്പ് ദ തോട്ട്സ്. നമുക്ക് വരുമ്പോൾ നമ്മൾ മൈൻഡിൽ പറയാം, ഓക്കെ ഇത് 6 മണിക്കാണ്, ഞാനിപ്പോൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം. I know it's very easy to say, it's very difficult to take this എന്താ പറയുക നമ്മുടെ റുട്ടീനിൽ. പക്ഷേ വി ഹാവ് ടു ഡൂ ദിസ് ബിക്കോസ് സംവർ ഈ ഓവർ തിങ്കിങ്ങിൽ വി ആർ ജസ്റ്റ് സ്പോയിലിംഗ് അവർ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ വി ആർ സ്പോയിലിംഗ് ലൈക്ക് ലിറ്ററലി അവർ ലൈഫ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചില കാര്യം നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സോ ദർ വി ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ ടു പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ്. ബിക്കോസ് നമ്മളാണല്ലോ ഇതൊക്കെ ചിന്തിക്കുന്നത്. സി, അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ടി വിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കില്ലേ. സോ ലെറ്റ്സ് തിങ്ക് നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിൽ അല്ലേ? ആണ്. നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ കാരണം ഈ ഓവർ തിങ്കിങ് ഒക്കെ നമ്മുടെ തോട്ട്സ് ആണല്ലോ. സോ അത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓവർ തിങ്കിങ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ അറ്റൻഷൻ നമ്മൾ എന്താ പറയുക, നമ്മൾ ചേഞ്ച് ചെയ്യുക, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചാനലിൽ ലൈക്ക് ഒരു സാഡ് മൂവി കണ്ടിട്ട് നമ്മൾ വീണ്ടും സാഡ് ആവാണ്, നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഹിറ്റ് ആവാണ്. അപ്പോൾ നമുക്ക് ചാനൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യില്ലേ ചാനൽ. സെയിം വേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ബാഡ് ആയിട്ടുള്ള കാര്യം ലൈക്ക് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പോവാണ്. ആ സമയത്ത് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഞാൻ പറയില്ല, ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോട്ടീസ് ചെയ്യണം ആദ്യം. നമ്മൾ നോട്ടീസ് ചെയ്യണം, ഓക്കെ ഐ എം ഓവർ തിങ്കിങ്. അപ്പോൾ ജസ്റ്റ് ഷിഫ്റ്റ് മൈ ചാനൽ. അപ്പോൾ നമ്മൾ അപ്പം ചിന്തിക്കുക. അപ്പോൾ പ്രസൻറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, പ്രസൻ്റ്ലി ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കുകയായിരിക്കും. ആ സമയത്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് ഷിഫ്റ്റ് ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇരിക്കുക. ചില സമയത്ത് പ്രസൻറ്റ് മൊമെൻ്റ് ആയിരിക്കും വേഴ്സ്റ്റ്. അപ്പോൾ ജസ്റ്റ് തിങ്ക് ദ പാസ്റ്റ് തിങ്സിലത്തെ പോസിറ്റീവ് തിങ്സ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മുടെ തോട്ട്സ് ആണ്. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് തോട്ട്സ്. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പണ്ട് നമ്മളിത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു കാര്യം പോലും അത് നമ്മളൊന്ന് ആ പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ അറ്റൻഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സിമ്പിൾ തിങ്, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ആൾ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിന് നമ്മൾ വേണ്ട ഒരു സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ വി ഹെൽപ്പ് ദം ത്രൂ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കാം. ആ പോയിന്റിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ചാനൽ ചേഞ്ച് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട്
by practice we have to do that. Okay, so this is the other point. Coming to the next point, it is നമ്മുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് കാരണം ഈ ഓവർ തിങ്കിങ് ഉണ്ടാവും. വൈ ഐ ആം ലൈക്ക് ദിസ്, വൈ മൈ ലൈഫ് ഈസ് സോ ഡിപ്രസ്ഡ്, വൈ ഷി ഡിഡ് ദിസ് ടു മീ, അല്ലെങ്കിൽ അങ്ങനെ കുറേ വൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ വൈകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറേ വൈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. സോ നമ്മളവിടെ വൈ മാറ്റിയിട്ട് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളോട് തന്നെ. ലൈക്ക് വാട്ട് കൻ ഐ ഡു, why I am depressed, so what can I do to change that? എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഞാനിപ്പോൾ why I am sitting like this, so എണീറ്റ് നടക്കുക, ഗോ ടു ജിം, അല്ലെങ്കിൽ ലൈക്ക് പുറത്ത് പോയി ഒന്ന് ഒരു വാക്ക് എടുത്ത് വരാം, അല്ലെങ്കിൽ why my work is not perfect. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തിൽ നമ്മളിൽ എന്തെങ്കിലും പ്രോസും കോൺസും നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ എനിക്കൊരു ലൈക്ക് ഐ ഹാവ് ടു ഇംപ്രൂവ്. സോ വൈ മാറ്റിയിട്ട് വാട്ട് കൊണ്ടുവരിക. അപ്പോൾ കുറേ ചേഞ്ച് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അൺസർട്ടൈനിറ്റീസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ആ ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്സിൽ ഞാൻ പറഞ്ഞ പോലെ അത് കൊണ്ടുവരണം. എന്നാലാണ് നമുക്കിത് എന്താ പറയുക, എഫക്റ്റീവായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് എ തിങ്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് തേടണം. അതായത് ഓവർ തിങ്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ജസ്റ്റ് റീഡ് എ ബുക്ക്, അല്ലെങ്കിൽ വാച്ച് സം മൂവി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ ഡിസ്ട്രാക്ഷൻസ് ഷോർട്ട് ടേം ആവണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ടെൻഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ടീസ് അവർ ലൈഫ് ടൈം ഈസ് ഗോയിങ്. നമ്മുടെ ക്വാളിറ്റി പ്രഷ്യസ് ടൈമാണ് പോകുന്നത്. ഈ സമയത്ത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഷോർട്ട് ടേമിന് ഇറ്റ് ഈസ് ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ്. നമ്മൾ ആ ഡിസ്ട്രാക്ഷൻ നമുക്ക് ചില സമയത്ത് ആവശ്യമായിരിക്കും, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് അവർ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, സോ ദിസ് ആർ ദ ലൈക്ക് കുഞ്ഞു പോയിന്റ്സ് ആണ്. ഐ നോ ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി ടു, എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല. നമുക്ക് അഡ്വൈസ് ചെയ്യാനും നമുക്ക് പറയാനും ഭയങ്കര എളുപ്പമാണ് ഈ കാര്യങ്ങൾ, ഐ നോ ദാറ്റ്. പക്ഷെ ഇത് ചെറുതായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, നമ്മൾ ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ആവും. ഇറ്റ് വിൽ ബി ലൈക്ക് ഓക്കെ, ഐ എം ഓവർ തിങ്കിങ്, ഐ നോ ദാറ്റ് ഐ ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാം എന്നാലും നമുക്ക് തന്നെ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആ സമയത്ത് സീ എ തെറാപ്പിസ്റ്റ്. ഇഫ് യു ആർ ഈ ഓവർ തിങ്കിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങൾ ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സീ എ തെറാപ്പിസ്റ്റ്. ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. നെവർ ബി ഷെയിം ടു സീ എ തെറാപ്പിസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് സീരീസിലത്തെ ടോപ്പിക് വാസ് ഓവർ തിങ്കിങ്. ഐ ഹോപ്പ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായ കാര്യങ്ങളാണ്. So that's it, and if you are liking my videos, please do subscribe to my channel, and you can also share to your friends and family. That's it. So ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സൈനിങ് ഓഫ്.